വീട്ടുജോലി എടുക്കാൻ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ടോ? ചരിത്രത്തിൽ ഒരു ഉന്നത വനിതയുണ്ട്. സ്വർഗീയ രാജകുമാരിയാണവർ. തിരികല്ല് തിരിക്കുന്നത് കാരണമായിട്ട് കയ്യിൽ തഴമ്പ് വരികയും വളരെ അധ്വാനിയായിട്ട് വീട്ടുകാര്യങ്ങളിൽ ഇടപെട്ട് ശക്തമായ രൂപത്തിൽ കുടുംബം നോക്കുകയും ചെയ്തിരുന്ന ഉന്നതയായൊരു വനിത. അവരാണ് സ്വർഗീയ രാജകുമാരി. സ്വന്തം പ്രിയപ്പെട്ട ഉപ്പ വിട പറഞ്ഞ് മറമാടിയതിന് ശേഷം തിരിച്ചു വരുന്നവരോട്, എൻ്റെ ഉപ്പായുടെ ശരീരത്തിൻ്റെ മേലിലേക്ക് നിങ്ങൾക്കെങ്ങനെയാണ് മണ്ണുവാരിയിടാൻ സാധിച്ചത്, നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് അതിനനുവദിച്ചത് എന്ന് വേദനയോടുകൂടെയുള്ള ചോദ്യത്തിന് മുമ്പിൽ ചോദ്യം കേട്ടയാളുകൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അത്രമേൽ ഉപ്പായോട് അഗാധമായ സ്നേഹവും ഇഷ്ടവും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മകൾ. ആ ഉപ്പയാണ് അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് മകളെ അടുത്തേക്ക് വിളിച്ച് രണ്ട് സ്വകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ സ്വകാര്യം കേട്ട് പ്രിയപ്പെട്ട മകൾ പൊട്ടിക്കരയുകയും രണ്ടാമത്തേത് കേട്ട് ചിരിക്കുകയും ചെയ്തു. ഇന്ന് നമുക്കതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതിലെവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. മരണസമയത്ത് സ്വയം കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്ത് മരണത്തിന് തയ്യാറായ ഒരു വനിത. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ആരും കാണാത്ത ഇരുളുകളിലാണ് എൻ്റെ ജനാസയെ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് പറഞ്ഞ് ഭർത്താവിനോടും കൂടെയുള്ളവരോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു വീട്ടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വനിതയുണ്ട്. നമ്മൾ ആ മഹദിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വനിതയും കൂടെയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാനും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ റമളാനിലെ നോമ്പ് തുറയിലേക്ക് കുറേ ആളുകൾ സ്വതക്ക നൽകി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഒരു 50 പേരുടെ 30 പേരുടെ 20 പേരുടെയൊക്കെ സ്വതക്ക നൽകാൻ സാധിക്കുമെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന വളരെ പവിത്രമേറിയ ഒരു കർമ്മമാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഇനിയൊരു റമളാൻ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊന്ന് ഈ കാണുന്ന നമ്പറിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗീയ വനിതകളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചെന്ന് പറയാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം, ഇതുപോലൊരു റമളാൻ മാസത്തിലാണ് മഹദി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ പദവിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യാ ഫാത്തിമ അമാ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന. ഓ ഫാത്തിമയെ, സ്വർഗവാസികളായ സ്ത്രീകളുടെ നേതാവാകാൻ തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. സ്വർഗീയ വനിതകളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകിയ സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചൊരു പ്രയോഗം തന്നെ മതി. ഫാത്തിമത്തു ബിദ്അത്തു മിന്നി. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഒരു മകളെക്കുറിച്ചൊരു പിതാവ് ചരിത്രത്തിൽ പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവരാരെങ്കിലും വേദനിപ്പിച്ചാൽ, കോപിപ്പിച്ചാൽ, ഫമൻ അഗ്ളബഹ അഗ്ളബനി, എന്നെയാണ് അവർ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത്രമേൽ ഒരു ഉപ്പ മകളെ സ്നേഹിക്കുകയും ഒരു മകൾ ഉപ്പായെ സ്നേഹിക്കുകയും ചെയ്ത ഒരു ഉപ്പയുടെയും മകളുടെയും ഇടയിലുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും നമ്മൾ ജീവിതത്തിൽ ഇത് പഠിക്കുകയും ചെയ്യേണ്ടിയിരുന്നൊരു ഉദാഹരണമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിലുണ്ടായിരുന്നത്. ഖുർആനിക വ്യാഖ്യാനത്തിലൊക്കെ നമുക്ക് കാണാം. സൂറത്തുൽ കൗസർ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ഈ സൂറത്തിൽ ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ എന്ന് പറയുന്ന ഈ ഒരു സൂറത്ത് വളരെ ലഘുവായ സൂറത്താണ്, ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്ത്
ഇതുമായി ബന്ധപ്പെട്ട് ചില തഫ്സീറുകളിലൊക്കെ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളുകൾ, ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. എന്താണ് ആക്ഷേപിക്കാൻ തുടങ്ങിയത്? സന്താന പരമ്പര അറ്റവൻ, അബ്തർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ പരിഹസിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വലിയൊരു കുടുംബ പരമ്പര നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. അതാണ് ഇവിടെ ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന ഈ അധികമായ നന്മകൾ എന്നുദ്ദേശിക്കുന്ന ഈയൊരു ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് ടൈറ്റിലുകളുണ്ട്, സ്ഥാനപ്പേരുകളുണ്ട്. അസ്സഹ്റ എന്താണ് അതിൻ്റെ അർത്ഥം? ബ്രൈറ്റ്നസ്, തിളക്കമുള്ളവൾ എന്നാണ് അർത്ഥം. അൽ ബത്തൂൽ, ബത്തൂൽ എന്ന് പേരുണ്ട്. നല്ല പേരുകളൊക്കെ നമ്മുടെ മക്കൾക്കിടണം. ഇൻഷാ അല്ലാഹ് വിഷയത്തെക്കുറിച്ച് മറ്റു സന്ദർഭത്തിൽ നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എങ്ങനെയാണ് പേരിടേണ്ടത്, പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, പേര് ആ മക്കളിൽ സ്വാധീനിക്കുമോ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിതിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരാളെ പേര് ചിലപ്പോൾ മാറ്റേണ്ട സാഹചര്യങ്ങൾ വരും. അതൊക്കെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. പേരിടുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം ഈ പേര്, പിന്നെ ഈ പേര്, പിന്നെ ഈ പേര്, പിന്നെ ഈ പേര്. ഞാനൊരു 9 ഓർഡറുകളുണ്ട്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മക്കൾക്ക് പേരിടുമ്പോൾ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അത് ഇൻഷാ അല്ലാഹ്. അൽ ബത്തൂൽ നല്ല പേരാണ്. ലൗകിക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ആത്മീയതയിൽ മുഴുകിയവൾ എന്നർത്ഥം വയ്ക്കാം. ഉമ്മു അബീഹ എന്നൊരു പേരും കൂടെയുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇതുപോലെ ഒരുപാട് പേരുകളുണ്ട്, നിങ്ങൾക്കറിയുന്ന മറ്റു പേരുകളുണ്ട്. പ്രധാനപ്പെട്ട ചില പേരുകൾ പറഞ്ഞു എന്നുള്ളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ലളിതമായ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം ആഡംബരങ്ങളോ സൗകര്യങ്ങളോ നിറഞ്ഞതായിരുന്നില്ല. ലോകം ഭരിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകർക്ക് റഹ്മത്തായി വന്ന ഹബീബായ തങ്ങളുടെ മകളായിരുന്നിട്ട് പോലും കഠിനാധ്വാനത്തിലൂടെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അവിടുത്തെ വിവാഹത്തെക്കുറിച്ചും അവിടുത്തെ മഹറിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം ലാളിത്യത്തിൻ്റെ വലിയൊരു പാഠമാണ്. ഇന്ന് ആധുനിക ലോകത്ത്, പുതിയ കാലത്ത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വരുന്ന വൈവാഹിക കൗടുംബിക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നടത്തിവരുന്ന ആർഭാടങ്ങളും പേക്കൂത്തുകളൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇതിനോടുകൂടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതയിൽ വിരാജിക്കുന്നവരാണ്. ആ ഹബീബായ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അലിയാർ തങ്ങൾ വിവാഹാലോചനയുമായി വന്നപ്പോൾ അവരുടെ മഹാനവറുകളുടെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല. അവരുടെ പക്കലുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. ആ യുദ്ധത്തിൻ്റെ എക്യുപ്മെൻറ്റ് വിറ്റ് കിട്ടിയ തുച്ഛമായ ദിർഹം, ആ ദിർഹമാണ് അലിയാർ തങ്ങൾ മഹറായി നൽകിയിട്ടുള്ളത്. ആ മഹറുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചത് ഈത്തപ്പന നാരുകൾ നിറച്ച ഒരു തോൽമെത്ത, 2 മൺപാത്രങ്ങൾ, ഒരു തോൽപാത്രം വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കാൻ, ഒരു തിരികല്ല്, ഈ അരിയും ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. 4 കാര്യങ്ങളാണ് അതുകൊണ്ട് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ഈത്തപ്പന നിറച്ച നാരുകൾ നിറച്ച ഈത്തപ്പന നാരുകൾ നിറച്ച ഒരു തോലിൻ്റെ ഒരു ബെഡ്, അതേപോലെ തന്നെ 2 മൺപാത്രങ്ങൾ, ഒരു തോൽപാത്രം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ധാന്യം പൊടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുതിയ കാലത്തെ നമ്മുടെ ആർഭാടങ്ങളിലേക്ക് നോക്കൂ. ഇന്ന് എൻഗേജ്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയോളം വില വരുന്ന ഐഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ അഭിമാന പ്രശ്നമാണ്. ഉള്ളവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരും അത് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ, അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ, അതിനുവേണ്ടി വാശി പിടിക്കുമ്പോൾ, അത്തരം കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ എത്രയോ ആളുകൾക്ക് പട്ടിണി കിടക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് ഒരു നേരത്തെ വകയില്ലാതെ പശിയടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ റെയിൽവേ പുറംപോക്കുകളിലും പീടികകളുടെ വരാന്തകളിലും തലചായ്ക്കാൻ ഇടയുമില്ലാതെ ഉറങ്ങിയെന്ന് വരുത്തുന്ന രൂപത്തിൽ കിടക്കുന്നവരൊക്കെയുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു നേരത്തിന് ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സമയത്ത് ഈ സമ്പന്നർക്കുള്ള ബാധ്യത അവർക്ക് നിർബന്ധമായ സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല, പാവപ്പെട്ട ആളുകളിലേക്ക് അവരുടെ സമ്പത്തിൽ നിന്ന് അവർ സ്വന്തം ചെലവഴിക്കലും അവരുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആർഭാടങ്ങളൊക്കെ നടത്തിയിട്ട്
ഭക്ഷണം വേസ്റ്റാക്കുന്ന 600-700 ആളുകൾക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം പോലും വേസ്റ്റാകുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടുത്തെ കുടുംബങ്ങളിലെ ജീവിതവും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല അധ്വാനിയായിരുന്നു എന്നുള്ളതാണ്. വീട്ടുജോലികൾ നന്നായി ചെയ്യുമായിരുന്നു. നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ക്ഷീണമാണ്, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ പേരിൽ തിരക്കാണ്, അതിൻ്റെ പേരിൽ വഴക്കാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടുജോലികൾ തനിയെയാണ് ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ച് അലിയാർ തങ്ങൾ വിവരിക്കുന്നത് ഹദീസുകളിലൊക്കെ കാണാം. അന്ന ഫാത്തിമത്ത അലൈഹിസ്സലാം ഇഷ്തകത്ത് മാ തൽഖാ മിനൽ അസരി ഫി യദിഹാ മിനർ റഹ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ തിരികല്ല് തിരിക്കുന്നത് കാരണമായിട്ട് അവിടുത്തെ കയ്യിലുണ്ടായ തഴമ്പിനെക്കുറിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പരാതിപ്പെട്ടു. ക്ഷീണം സഹിക്കവയ്യാതെ ഒരു സെർവൻ്റ്, ഒരു ഖാദിമിനെ, ഒരു വേലക്കാരന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് വിഷയം ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയോട് അലിയാർ തങ്ങളോടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് ഈ വിഷയം പറയുകയാണ്. എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, എൻ്റെ കയ്യിൽ തഴമ്പിച്ചു പോയിട്ടുണ്ട്, എനിക്കൊരു വേലക്കാരിയെ വേണം, ഒരു സെർവൻറ്റിനെ വേണം, ഒരു ഖാദിമിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ മറുപടി കൊടുത്തതെന്നറിയോ? അലാ അദുല്ലുക്കുമാ അലാ മാ ഹുവ ഖൈറുൽ ലക്കുമാ മിൻ ഖാദിം. നിങ്ങൾക്ക് ഞാനൊരു സെർവൻറ്റിനെ വെച്ചു തരാം, ഒരു വേലക്കാരിയെ വെച്ചു തരാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേലക്കാരി ചെയ്യട്ടെ, അങ്ങനെ ഞാൻ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തരുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇത് അവൈത്തുമാ ഇലാ ഫിറാഷിക്കുമാ, നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫസബ്ബിഹാ സലാസം വസലാസീന, നിങ്ങൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, വകബ്ബിറാ അർബഅൻ വസലാസീന, സലാസം വസലാസീന, 33 തവണ, 34 തവണ അല്ലാഹു അക്ബർ എന്നുള്ളത്. ഇതിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കുമാ മിൻ ഖാദിം, അത് നിങ്ങൾക്കൊരു സെർവൻ്റ്, ഒരു വേലക്കാരിയെ വെക്കുന്നതിനേക്കാളും ഖൈറാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ നോക്കൂ. നമ്മളൊക്കെ എത്ര ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ടോ? സ്വീകരിക്കേണ്ടതില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മറമാടി തിരിച്ചു വന്ന സ്വഹാബാക്കളോട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ച ഹൃദയഭേദകമായ വരികൾ ചരിത്ര പ്രസിദ്ധമാണ്. ഓരോ പിതാവിനോടും മക്കൾക്കുണ്ടാകുന്ന അമിതമായ സ്നേഹം എത്രത്തോളം ഉണ്ടാകണമെന്ന് പോലും ഈ ഒരു വാക്യം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് അങ്ങേയറ്റം ഇഷ്ടമായിരുന്ന അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയെ, പിതാവിനെ, ആ വിരഹ ദുഃഖം ആ വാക്കുകളിൽ ഞാലിക്കുന്നുണ്ടായിരുന്നു. മറമാടിയിട്ട് തിരിച്ചു വരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മഹദി ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: യാ അനസ് അത്വാബത് അൻഫുസുക്കും അൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. അനസേ, എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ ഉപ്പയുടെ മേലിൽ മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് അനുവദിച്ചത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ തട്ടിയുള്ള വിരഹ ദുഃഖത്തോടുകൂടെയുള്ള വിഷമത്തോടുകൂടെയുള്ള ഈ ചോദ്യം കേട്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറയാനാവാതെ വിതുമ്പി നിന്നുപോയി എന്ന് ചരിത്രം പറയുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി പിന്നീട് പുഞ്ചിരിച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മകൾക്ക്, ഒരു പിതാവും മകളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കളുടെ ജീവിതശൈലി നോക്കുമ്പോൾ മകൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ഒരു പുതിയ അഫെയർ ഉണ്ടാകുന്നു, ആ അഫെയറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. മാതാപിതാക്കൾക്ക് ഉപ്പയ്ക്കും ഉമ്മക്കും ഇഷ്ടമില്ല, ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു, വാശിയാകുന്നു, തിരക്കാകുന്നു, ഉപ്പയും മകളും പിണങ്ങി നിൽക്കുന്നു, മാസങ്ങളോളം പിണങ്ങി നിൽക്കുന്നു, പ്രശ്നമാകുന്നു, സൈകെട്ട് മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പുതിയ സാഹചര്യങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോഴാണ് ഒരു ഉപ്പയും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇടയ്ക്കിലൊക്കെ എത്രയോ കേസുകൾ വരുമ്പോൾ നമ്മളിതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്കിങ്ങനെ ബോധ്യപ്പെടുന്ന പല സംഗതികളിലും പുതിയ കാലത്തെ തർബിയത്ത് നന്നാക്കണം എന്നുള്ളതാണ്. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന എല്ലാ ഇടപെടലുകളും നന്നാക്കണം എന്നുള്ളതാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചിട്ടില്ല. ആ വേർപാടിൻ്റെ 6 മാസങ്ങൾക്ക് ശേഷം അവർ ആ പിതാവിനോട് ചേരാൻ യാത്രയാവുകയും ചെയ്തു. അത്രമേൽ അഗാധമായ ബന്ധമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വിളിച്ചിട്ട് അവരുടെ കാതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു, ഒരു സ്വകാര്യം, ഒരു സീക്രട്ട് പറഞ്ഞു കൊടുത്തു, ഒരു സീക്രട്ട് മെസ്സേജ് പാസ് ചെയ്തു. അത് കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതിങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. എന്താണ് ആ സ്വകാര്യം പറഞ്ഞതെന്നൊന്നും അറിയില്ല. പിന്നീട് അവിടുന്ന് മറ്റൊരു സ്വകാര്യം കൂടെ പറഞ്ഞു കൊടുത്തു, രഹസ്യം കൂടെ. അത് കേട്ടപ്പോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുകയും ചെയ്തു. പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ ആദ്യം ഒന്ന് പൊട്ടിക്കരഞ്ഞു പിന്നൊന്ന് ചിരിച്ചു എന്നുള്ളത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ കരയാനുള്ള കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വർഷവും ഒരിക്കലാണ് എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തരാറുള്ളത് എന്ന് എൻ്റെ ഉപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. എന്നാൽ ഈ വർഷം എനിക്ക് 2 തവണ അത് ആവർത്തിച്ച് ഓതി തന്നു. അതെൻ്റെ ആയുസ് അവസാനിക്കാറായി, ഞാനിവിടെ നിന്ന് വിട പറയാനായിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകാനായിട്ടുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പൊട്ടിക്കരയാനുള്ള കാരണം, എൻ്റെ ഉപ്പ വിട പറയുന്നല്ലോ എന്നാലോചിച്ച്. എന്തിനാണ് ചിരിച്ചത്, പുഞ്ചിരിച്ചത്? എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യം വന്നു ചേരുന്നത് നീയായിരിക്കും ഫാത്തിമ എന്ന് പറഞ്ഞപ്പോഴാണ് ചിരിക്കാനുള്ള കാരണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ചിരിക്കാനുള്ള കാരണം പറഞ്ഞത്, ഫാത്തിമ സ്വർഗത്തിലെ സ്ത്രീകളുടെയോ സത്യവിശ്വാസികളായ സ്ത്രീകളുടെ നേതാവാകാൻ നിനക്ക് താല്പര്യമില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ചിരിച്ചതെന്ന്. അപ്പോൾ ചിരിക്കാനോ കരയാനുള്ള കാരണവും പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൃത്യമായി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 6 മാസങ്ങൾക്ക് ശേഷം ഹിജ്റ 11-ാം വർഷം റമളാനിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. അന്ത്യനിമിഷം മരണസമയത്ത് അവർ സ്വയം കുളിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രിയിൽ മറമാടണം, എൻ്റെ ജനാസ അതാരും കാണാൻ പാടില്ല എന്ന് വളരെ തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ആ മഹദിയുടെ ആഗ്രഹപ്രകാരം അങ്ങനെ തന്നെയാണ് അവരെ മറമാടുകയും ചെയ്തത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹാനരായ അലിയാർ തങ്ങളുടെയൊക്കെ ബന്ധം, അവരുടെ ആ ബന്ധത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളതിനെ ചേർത്ത് വെക്കുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിമ ബീവിയുടെ റളിയല്ലാഹു അൻഹ ആഗ്രഹപ്രകാരം രാത്രിയുടെ നിശബ്ദതയിലാണ് അവരെ മറമാടിയിട്ടുണ്ടായിരുന്നത്. അലിയാർ തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളും ഒക്കെ ചേർന്ന് ജന്നത്തുൽ ബഖീയിലാണ് അവരെ മറമാടിയിട്ടുള്ളത്. അവരുടെ മരണം ആരെയും അറിയിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ അവർ വസിയ്യത്ത് ചെയ്തതായിട്ടൊക്കെ കാണാം. ഇനിയും ഒരുപാടുണ്ട് മഹദിയെക്കുറിച്ച് പറയാൻ. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ജീവിച്ചതുപോലെ, അവരൊക്കെ പോയതുപോലെ സ്വർഗത്തിലേക്ക് പോകാനും അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.